എന്റെ ലൈഫിൽ ചില സുപ്രധാന കാര്യങ്ങൾ, അതായത് ഉത്തമ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം മെമ്മറീസ് വിത്ത് യു. 8 to 10 എന്റെ സ്കൂൾ യൂണിഫോം ഏതായിരുന്നോ എന്റെ ബസ്സിലെ കാർഡാണ് ഗൈസ്. സ്കൂൾ ബസ്സിലൊക്കെ പോണ ഒരു നല്ല കുട്ടിയായിരുന്നു ഗൈസ് ഞാൻ. പക്ഷെ ആകെ 1.5 വർഷം പോയിട്ടുള്ളൂ. പിന്നൊരു വർഷം സിറ്റി ബസ്സിലായിരുന്നു. ഈ സാധനങ്ങൾ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സ്കൂൾ ടൈം അല്ലാണ്ട് ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. സ്കൂളിൽ പഠിക്കാൻ സമയത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോണ്ടായിരുന്നു ഗൈസ്. അതിന് ക്യാൻസർ ആയിരുന്നു. അതിന് മുട്ടിക്കനാണ് ഗൈസ് മൈ ഫേവറേറ്റ് പൗച്ച്. ഇതിന്റെ ഫ്രണ്ട്സ് ആ നമ്പർ എഴുതാ ഒക്കെ മാഞ്ഞു പോയി ഗൈസ്. എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് നോക്കാം. ഇതാരൊക്കെ തന്നാ എനിക്കറിയില്ല, പക്ഷേ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ ചീത്തയായി പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എത്ര ഗിഫ്റ്റില്ലേ എനിക്ക് വയ്യ. ആ സമയത്ത് എന്നിലൊക്കളെ വന്നത്. അപ്പൊ അതിന്റെ കുറെ പത്ര കട്ടിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാ വെച്ചാൽ എനിക്കറിയാം കേട്ടോ. പിന്നെ ഇത് എനിക്ക് കിട്ടിയ മലരാണ് ഗൈസ്. എന്തോ SI കിട്ടിയതാണ്. അത് ഞാനല്ല തേരിക്ക് കിട്ടിയതാണ് കേട്ടോ. എന്ത് ചെയ്യ കഴിവാണൊക്കെ. നമുക്ക് അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് നോക്കാം. കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ന്യൂ ഇയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഹാൻഡ് മെയ്ഡ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആണ് അധികം ഉള്ളത് കേട്ടോ. ഫുൾ കോമഡി ആണ് ഇതിൽ എഴുതിയൊക്കെ വായിക്കാനേ. ഹാർട്ടുണ്ട് ഗൈസ്, ഇതിൽ ഹാർട്ട്. ഇനിയാണ് ഗൈസ് കഥ തുടങ്ങാൻ പോകുന്നത്. വിജയ് ദേവരകൊണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തായിരുന്നു ഒരു ടൈമിൽ. കണ്ടില്ലേ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയൂ. ഓരോന്നും ഞാൻ എഴുതി വെക്കും. ഇതൊക്കെ ഞാൻ എവിടുന്നൊക്കെ പറിച്ച സാധനങ്ങൾ. അത് കഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ എന്തിനായാലും എനിക്കറിയില്ല. ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് എഴുതിയിരിക്കുക 2 മണി. പിന്നെ വിജയ് ദേവരകൊണ്ടക്ക് വേണ്ടി മാത്രമായി തെലുങ്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അക്ഷരങ്ങൾ പഠിക്കാൻ ഞാൻ ലൈനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡ്രസ്സ് കിട്ടുന്ന കവറിൽ വരെ ഞാൻ തെലുങ്കിട്ട് പഠിച്ചിട്ടുണ്ട്. എന്തിനാ എനിക്കറിയില്ല ആ ഭ്രാന്ത്. ഇതൊക്കെ ഞാൻ തന്നെ എനിക്ക് തന്നെ ഡൗട്ടാണ് ഗൈസ്. പിന്നെ ഈ സാധനം എനിക്ക് പണ്ട് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പാട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടൊക്കെ ഞാൻ തന്നെ എൻ്റെ കൈകൾ കൊണ്ട് എഴുതും. ഞാൻ അഥവാ എഴുതാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഇരിക്കും. ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ. വേഗം ബോട്ടേക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ബൈ.